ഫസ്റ്റ് നമുക്ക് മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം. മാജിക് സർക്കിൾ ചെയ്യാനായിട്ട് കുറച്ചധികം ടൈലൻഡ് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പം ഈ ടീഷർട്ട് യാണാണ്, അപ്പോൾ അതിൻ്റെ തിക്നെസ് നല്ല അധികം ഉണ്ട്. നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന യാണിൻ്റെ തിക്നെസ്സിനേക്കാളും ഉണ്ടോ ഇത്ര അധികം ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, അതുകൊണ്ട് നമ്മൾ 3 ഫിംഗർ യൂസ് ചെയ്യുക. ഈ 3 ഫിംഗർ യൂസ് ചെയ്തിട്ട് ഈ റണ്ണിങ് യാണ് ഇങ്ങനെ ക്രോസിൽ വെച്ച് കൊടുക്കുക. ക്രോസിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു യാണിനെ റണ്ണിങ് യാണിനെ ഇങ്ങനെ മുകളിലേക്ക് എടുക്കാം. കണ്ടോ, ഈ ഒരു ഇതാണ്ടാവുക. ഈ ഒരു സ്പേസിൽ ഈ ഇങ്ങനെ ചെയ്യുന്നതിനാണ് മാജിക് സർക്കിൾ എന്ന് പറയുക. ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ ഈ 3 ഫിംഗറിനെ കൊണ്ട് ഈ ഒരു ഭാഗം പിടിക്കുന്നുണ്ട്. പിന്നെ 2 ഫിംഗറിനെ കൊണ്ട് നമ്മൾ റണ്ണിങ് യാണും പിടിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു ചെയിൻ 1 ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാജിക് സർക്കിളിൻ്റെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം നോക്കിയിട്ട് പഠിച്ചിട്ട് മാത്രം ഈ ഒരു ബാഗിലേക്ക് നിന്നാൽ മതി കേട്ടോ. ചെയിൻ 1 ചെയ്യുക. ചെയിൻ 1 ചെയ്യുന്നത് നമ്മൾ സിംഗിൾ ക്രോഷ്യ ആയതുകൊണ്ടാണ് ചെയിൻ 1 ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സർക്കിളിലേക്കാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ 3 ഫിംഗറിനെ കൊണ്ട് ഈ ഒരു ഭാഗമാണ് പിടിക്കുന്നത്. എന്നിട്ട് ഈ ഒരു വിരലിനെ കൊണ്ട് ഈ ഒരു ലൂപ്പ് ഉണ്ടല്ലോ, ഈ ലൂപ്പ് ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ഈ സെൻറ്ററിലേക്ക് കണ്ടോ, ഈ ഒരു സെൻറ്ററിലേക്ക് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഒരു മാജിക് സർക്കിളിൽ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. ഇത്ര വലിയ സർക്കിളൊന്നും എടുക്കണ്ട, ഞാൻ നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിനാണ് ഇത്ര വലിയ സർക്കിൾ എടുക്കുന്നത്. ഇതിങ്ങനെ വലിക്കുമ്പോൾ ഈ സർക്കിൾ നമുക്ക് ചെറുതായി കിട്ടും. ഇനി വീണ്ടും ഞാൻ ഈ ലൂപ്പിനെ ഈ ഒരു ഫിംഗർ കൊണ്ട് പിടിച്ചിട്ട് ഈ സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാണ്. യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു സ്റ്റിച്ചും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 സ്റ്റിച്ചായി. വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 1 2 3 3 എണ്ണമായി. ഇനി അതുപോലെ 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര എണ്ണം ചെയ്തെന്ന് നോക്കണമെങ്കിൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിപ്പോൾ മാജിക് സർക്കിളിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ഞാൻ 6 എണ്ണം ചെയ്തിട്ടുണ്ടോ നോക്കൽ എങ്ങനെയാ വെച്ചാൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഓരോ ചെയിനായിട്ട് കാണാൻ പറ്റും. കേട്ടോ, 1 2 3 4 5 6 അങ്ങനെ 6 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ഫസ്റ്റ് വരുന്ന ലൂപ്പ് ഉണ്ട്, ഒരു ചെയിനായിട്ടാണ് നമുക്കിത് കാണുന്നത്. ഇതിൽ ഫസ്റ്റ് വരുന്നത് ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയും. ഈ ഒരു ലൂപ്പ് ഫ്രണ്ട് ലൂപ്പാണ്. ഈ ബാക്കിൽ വരുന്നത് ബാക്ക് ലൂപ്പ്. ഓക്കെ, ഇത് ഫ്രണ്ട് ലൂപ്പ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഈ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും യൂസ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് എടുക്കുന്നത് ഫ്രണ്ട് ലൂപ്പ്. അപ്പോൾ ഒരു ലൂപ്പ് ഇപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഹുക്കിൽ ഒരു ലൂപ്പാണെങ്കിൽ അപ്പോൾ മനസ്സിലാക്കുക നമ്മൾ 2 ലൂപ്പ് യൂസ് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ നമ്മൾ ബാക്ക് ലൂപ്പും കൂടി യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ 2 ലൂപ്പും കിട്ടും. അങ്ങനെയാണ് നമ്മൾ അടുത്ത ചെയിൻ മുതൽ അടുത്ത റൗണ്ടിൽ മുതൽ ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ടിൽ ഞാനിവിടെ 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ഹുക്ക് ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ ടൈലൻഡ് ഉണ്ടല്ലോ, ഈ ടൈലൻഡ് ഒന്ന് നമുക്ക് ഞാൻ ഫിംഗർ പിടിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ഭാഗത്ത് ഫിംഗർ പിടിച്ചിട്ട് ഈ കൈ കൊണ്ട് ഈ ടൈലൻഡ് നല്ലോണം വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഉണ്ടോ, നല്ലോണം വലിച്ച് ടൈറ്റ് ആക്കുമ്പോൾ ഈ സർക്കിൾ നമുക്ക് പോയി കിട്ടും. ഉണ്ടോ, ഒരു ചെറിയ സർക്കിൾ ഉണ്ടാവുള്ളൂ, ആ സർക്കിൾ നമുക്ക് പോയി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് റൗണ്ടാണ്. സെക്കൻഡ് റൗണ്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്ത ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ,
ഈ ചെയിന് പോലെ കാണുന്നുണ്ടല്ലോ, അതാണ് നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച്, നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഈ 2 ലൂപ്പും, ഇത് ഫ്രണ്ട് ലൂപ്പും ഇത് ബാക്ക് ലൂപ്പും, ഈ 2 ലൂപ്പും വേണം നമ്മൾ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ. ഈ ഫസ്റ്റ് സ്റ്റിച്ച് ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് സ്റ്റിച്ച് നമ്മൾ നീഡിൽ കിടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ അപ്പോൾ സ്റ്റിച്ച് ഇങ്ങനെ നോക്കിയാൽ നമ്മൾ ഫസ്റ്റ് ഇത് ചെയിനല്ല, ഇത് ചെയിൻ സ്റ്റിച്ചല്ല, ഇവിടെയാണ് നമുക്ക് ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിലേക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ലൂപ്പേ ഉള്ളൂ, അപ്പോൾ വീണ്ടും അടുത്ത ലൂപ്പും കൂടി, ഫ്രണ്ട് ലൂപ്പേ കിട്ടിയിട്ടുള്ളൂ, അപ്പോൾ വീണ്ടും ബാക്ക് ലൂപ്പും കൂടി ഉണ്ട്. അപ്പോൾ 2 ലൂപ്പും കിട്ടി. അതിന് ശേഷം നമ്മൾ യാൺ ഓവർ ചെയ്ത് ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. യാൺ കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും, ഇത് ടീഷർട്ട് യാൺ ആയതുകൊണ്ട് മറ്റേ യാൺ കിട്ടുന്ന പോലെ പെട്ടെന്ന് വലിച്ചാൽ കിട്ടൂല, കുറച്ച് ശക്തി തന്നെ ഉപയോഗിച്ച് വലിക്കണം കേട്ടോ. അപ്പോൾ 2 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ടിലെ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യുക, സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചെയിനിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി സെയിം ഇതിൽ തന്നെ നമ്മൾ ഒന്നും കൂടി ചെയ്യാണ്, ഇതിൽ തന്നെ ഒന്നും കൂടി ചെയ്ത് കൊടുക്കാം. ഈ ചെയിനിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ഞാനൊരു ഫ്രണ്ട് ലൂപ്പ് മാത്രം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇൻസേർട്ട് ചെയ്തപ്പോൾ വീണ്ടും നമ്മൾ ബാക്ക് ലൂപ്പും കൂടി യൂസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വലിച്ചിട്ട് 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ കണ്ടോ, എനിക്ക് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചത് ശേഷം ഈ ഒരു ചെയിനിൽ നമ്മൾ 2 എണ്ണം കിട്ടി, 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഈ സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഇൻക്രീസിങ് റൗണ്ടാണ്. ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് 6 സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്, സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് അത് 12 സ്റ്റിച്ചായിട്ട് കിട്ടണം. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തേൽ നമ്മൾ 2 എണ്ണം ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ ഇതുപോലെ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്ന് ചെയ്തു. ഇനി സെയിം തന്നെ ഒന്നും കൂടി ചെയ്യുക, ഇൻക്രീസിങ് ആയതുകൊണ്ട്, ഇൻക്രീസിങ് സ്റ്റിച്ച് ആയതുകൊണ്ട് സെയിം തന്നെ ഒന്നും കൂടി ചെയ്യാം. അപ്പോൾ 2 എണ്ണമായി. ഇപ്പോൾ 2 ചെയിനിൽ ഇതിൽ 2 എണ്ണം ചെയ്തു, ഇതിൽ 2 എണ്ണം ചെയ്തു. അടുത്തതിലും ഇതുപോലെ തന്നെ 2 എണ്ണം ചെയ്യുക, 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ 3 ചെയിനിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇതിൽ 2 എണ്ണം ചെയ്തു, ഇതിൽ 2 എണ്ണം ചെയ്തു, ഇതിൽ 2 എണ്ണം ചെയ്തു. അടുത്തതിൽ ഇതുപോലെ തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടോട്ടലി 8 സ്റ്റിച്ചായി. 4 ചെയിനിൽ 8 സ്റ്റിച്ച് ചെയ്തു. ഇനി 5ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 2 എണ്ണം കൂടി ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടില്ലേ, ഇതാണ് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള സ്റ്റാർട്ടിങ് സ്റ്റിച്ച്. ഇതാ ഇവിടെ തൊട്ടിട്ടാണ് നമ്മൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്റ്റിച്ചും കൂടി നമുക്കിവിടെ ബാലൻസ് ഉണ്ട്, അതിലും നമ്മൾ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ടോട്ടൽ സെക്കൻഡ് റൗണ്ടിൽ 12 സ്റ്റിച്ച് കിട്ടി. അപ്പോൾ നമ്മൾ ഈ റൗണ്ടിനേക്കാളും ഈ ഒരു റൗണ്ടിനേക്കാളും വലുതായിട്ട് ഈ റൗണ്ട് കിട്ടി. അപ്പോൾ 2, 4, 6, 8, 10, 12 അങ്ങനെ നമ്മൾ എണ്ണി നോക്കുക. ഈ ഒരു ചെയിനുള്ള ഭാഗം പോലെ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇങ്ങനെ കൗണ്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര സ്റ്റിച്ചസ് കിട്ടിയെന്ന്. അപ്പോൾ ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ 1, 2 കുറവുണ്ടെങ്കിൽ അപ്പം തന്നെ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അധികം ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക കേട്ടോ. റിമൂവ് ചെയ്തിട്ട് 12 സ്റ്റിച്ചേ നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കറിൻ്റെ എത്തി. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ തേർഡ് റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച ഈ ഒരു ചെയിനിൽ നമ്മൾ
ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. വീണ്ടും നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഈ സ്റ്റാർട്ടിങ്ങിൽ വെച്ച് കൊടുക്കുകയാണ്. ഇവിടെ ആണല്ലോ നമ്മൾ തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 1 ചെയ്തു, ഒരു സിംഗിൾ ക്രോഷേ കൂടി ചെയ്യാം. അപ്പോൾ 2 എണ്ണം ചെയ്തു. ഈ ഒരു ചെയിനിൽ 2 എണ്ണം ചെയ്തു കണ്ടോ. ഈ ഒരു ചെയിനിൽ നമ്മൾ 2 എണ്ണം ചെയ്തു. ഇനി നമ്മൾ അടുത്ത ചെയിനിൽ ചെയ്യുന്നത് ഒരു ചെയിൻ ഒന്നാണ്, ഒരു സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. ഈ റൗണ്ടിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ 2 1 2 1 2 1 2 1 ആണ്. 2 എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണ്, 2 എണ്ണം ചെയ്യുക. 1 2 1 2 അങ്ങനെ ആ ഒരു പാറ്റേൺ ആണ്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 2 എണ്ണം ചെയ്തു, പിന്നെ 1 ചെയ്തു. ഇനി അടുത്തതിൽ നമ്മൾ 2 എണ്ണം ചെയ്യണം. 2 1 2 1 2 1 എന്നുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ഈ തേർഡ് റൗണ്ടിൽ ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ നോട്ട് എഴുതി വെക്കണം. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ എല്ലാ സ്റ്റിച്ചിലും 2 എണ്ണം 2 എണ്ണം 2 എണ്ണം വീതം ചെയ്തു. തേർഡ് റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് 2 1 2 1 2 1 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിച്ചസ് ആണ് കേട്ടോ. ഇനി അടുത്ത ഇതിൽ 2 എണ്ണം ചെയ്യാം. അടുത്തതിൽ 1 ചെയ്യാം. അപ്പോൾ ഹുക്ക് ഇൻസെർട്ട് ചെയ്യുമ്പോൾ 2 ലൂപ്പ് യൂസ് ചെയ്യണേ. അത് ഞാൻ എടുത്ത് പറയണ്ടല്ലോ, ഓരോ റൗണ്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. 2 ലൂപ്പ് യൂസ് ചെയ്യണം. 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ചസ് ചെയ്യാൻ. അപ്പോൾ 2 എണ്ണം ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ 1 ചെയ്യാം. ഇനി അടുത്ത സ്റ്റിച്ചിൽ 2 എണ്ണം ചെയ്യാം. വീണ്ടും അടുത്ത സ്റ്റിച്ചിൽ 1 ചെയ്യാം. വീണ്ടും അടുത്ത സ്റ്റിച്ചിൽ 2 എണ്ണം ചെയ്യാം. അടുത്ത സ്റ്റിച്ചിൽ 1 ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മളെ തേർഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. 6 എണ്ണം ചെയ്തു, അത് 12 ആയി. 12ന് നമ്മൾ പിന്നെ 18 ആയി. തേർഡ് റൗണ്ടിൽ പിന്നെ നമുക്ക് 18 സ്റ്റിച്ചസ് ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇത് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. എന്നിട്ട് ആ സ്റ്റിച്ച് മാർക്കർ വെച്ച് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് ഫോർത്ത് റൗണ്ടാണ്. 1 2. അപ്പോൾ 1 ചെയ്തതിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കണം. സ്റ്റാർട്ടിങ് ചെയിനിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ചെയിനിൽ നമ്മൾ 2 എണ്ണം ചെയ്തു. ഇനി അടുത്തതിൽ നമ്മൾ 1 ആണ് ചെയ്യുന്നത്. 1 ചെയ്തു. അടുത്ത ചെയിനിൽ അതുപോലെ തന്നെ 1 ചെയ്യാം. അപ്പോൾ ഈ റൗണ്ടിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 1 1 2 1 1 2 1 1 എന്നുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ 2 എന്ന് പറയുന്നത് ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്യുക. പിന്നെ 1 എന്ന് പറയുന്നത് ഒരു ചെയിനിൽ 1 ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ 2 എണ്ണം ചെയ്തു, ഇവിടെ 1 ചെയ്തു, 1 ചെയ്തു, 1 1 2 1 1 2 എന്നുള്ള പാറ്റേൺ ആണ്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ 2 എണ്ണം ചെയ്തു, പിന്നെ 1 1 ചെയ്തു, പിന്നെ അടുത്തതിൽ 2 ചെയ്തു. ഇനി അടുത്തതിൽ 2 എണ്ണം ചെയ്യുക. ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലിപ്പോൾ 2 ചെയ്തു, 1 1 ചെയ്തു. ഇനി ഇതിൽ ഒന്നും കൂടി 2 എണ്ണം ചെയ്ത് കൊടുക്കാം. 1 ചെയ്യുക, 1 ചെയ്യുക. അടുത്തതിൽ 2 ചെയ്യുക. 1 1 2 1 1 2 എന്നുള്ള പാറ്റേൺ. ടു ചെയ്തു. ഇനി അടുത്ത 2 സ്റ്റിച്ചിൽ 1 1 ചെയ്യുക. 1 1. അടുത്ത സ്റ്റിച്ചിൽ
2 ചെയ്യാം. അടുത്ത 2 സ്റ്റിച്ചിൽ 1 1 ചെയ്യാം. 1 1. അടുത്ത സ്റ്റിച്ചിൽ 2 ചെയ്യാം. അടുത്ത 2 സ്റ്റിച്ചിൽ 1 1 ചെയ്യാം. അടുത്ത സ്റ്റിച്ചിൽ 2 ചെയ്യാം. അടുത്ത 2 സ്റ്റിച്ചിൽ 1 1 ചെയ്യാം. ഇപ്പോൾ നമ്മളെ 4th റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇവിടെ നമ്മൾ സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട് കണ്ടോ. 4th റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. നമ്മൾ 5th റൗണ്ടിലാണ്. 5th റൗണ്ടിൽ 2 ഫസ്റ്റ് ചെയ്യും, പിന്നെ 3 എണ്ണത്തിലും 1 1 1 ചെയ്യും, പിന്നെ 2 ചെയ്യും, പിന്നെ 3 സ്റ്റിച്ചിലും 1 1 1 ചെയ്യും, പിന്നെ 2 ചെയ്യും. അങ്ങനെയാണ് ഇൻക്രീസ് ആവുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് അവിടെ നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത റൗണ്ട് ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ആ സ്റ്റാർട്ടിംഗ് ചെയിനിൽ സിംഗിൾ ക്രോഷയിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. എന്നിട്ട് സെയിം തന്നെ ഒന്നുകൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒന്നിൽ തന്നെ 2 എണ്ണം ചെയ്തു. ഇനി 3 എണ്ണത്തിലും 1 1 1 ചെയ്ത് കൊടുക്കുക. 1 1. അടുത്ത സ്റ്റിച്ചിലും 1. ഓക്കെ. ഇനി അടുത്ത സ്റ്റിച്ചിൽ 2 ചെയ്യാം. 1 2. ഇനി അടുത്ത 3 സ്റ്റിച്ചിലും 1 1 1 ചെയ്യുക. ഒരു സ്റ്റിച്ചിൽ 1 ചെയ്തു, സെക്കൻഡ് സ്റ്റിച്ചിൽ 1 ചെയ്തു, തേർഡ് സ്റ്റിച്ചിലും ഒന്നുകൂടി ചെയ്തു. അങ്ങനെ 1 1 1 3 സ്റ്റിച്ചിൽ ചെയ്തു. ഇനി നമ്മൾ 4ാമത്തെ ഇതിൽ 2 ചെയ്യാം. ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്യാം. ഇനി 3 സ്റ്റിച്ചിലും 1 1 1 ചെയ്യാം. 1 1 1. അടുത്ത സ്റ്റിച്ചിൽ 2 ചെയ്യാം. ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്യാം. ഓക്കെ. ഇനി ഇതുപോലെ തന്നെ അടുത്ത 3 സ്റ്റിച്ചിലും 1 1 1 ചെയ്യാം. 1. അടുത്ത സ്റ്റിച്ചിൽ 1. അടുത്ത സ്റ്റിച്ചിൽ 1. ഇനി അടുത്ത സ്റ്റിച്ചിൽ 2 എണ്ണം ചെയ്യാം. 1 സെയിം തന്നെ ഒന്നുകൂടി ചെയ്യാം. അടുത്ത സ്റ്റിച്ചിൽ 1 ചെയ്യാം. അടുത്ത സ്റ്റിച്ചിൽ 1 ചെയ്യുക. അങ്ങനെ 3 സ്റ്റിച്ചിലും 1 1 1 ചെയ്യുക. 1 1 1. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ 2 എണ്ണം ചെയ്ത് കൊടുക്കാം. 1 സെയിം തന്നെ ഒന്നുകൂടി. ഇനി നമുക്ക് 1 1 1 3 ചെയിനിലും 3 എണ്ണേ ബാലൻസ് ഉള്ളൂ. ആ 3 എണ്ണത്തിലും 1 1 1 ചെയ്ത് കൊടുക്കാം. 1 1 1. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് എത്ര വലുപ്പത്തിലും വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ടേബിൾ മാറ്റ് ആയിട്ടോ, ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ബാഗ് ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് തന്നെ നമുക്ക് ടേബിൾ മാറ്റോ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ.
അപ്പം ഇത് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ 3 എണ്ണത്തിൽ 1 1 1 ചെയ്തു, പിന്നെ 2 ചെയ്തു. ഇനിയും ഇൻക്രീസ് ആക്കണമെങ്കിൽ 4 എണ്ണത്തിൽ 1 1 1 ചെയ്യുക, പിന്നെ 2 ചെയ്യുക. അതിലും വലുതാക്കണമെങ്കിൽ 5 എണ്ണത്തിൽ 1 1 1 ചെയ്യുക, 2 ചെയ്യുക. അങ്ങനെ നമുക്ക് റൗണ്ട് ഇങ്ങനെ കൂട്ടിയിട്ട് എത്ര വലുപ്പം വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ തൽക്കാലം ഈ ഒരു വിടത്തിൽ ഞാനിവിടെ നിർത്തുകയാണ്. ഇനി നമ്മൾ പിന്നെ ഓരോ ചെയിനിലും ഓരോ DC വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു റൗണ്ടും കൂടിയും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത റൗണ്ടിൽ ഒരു റൗണ്ട് കൂടി ഞാൻ ഇൻക്രീസ് ചെയ്യുന്നത് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് അതിൽ നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ആ റൗണ്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടാന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ പിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കളർ സെയിം കളർ അല്ലാത്ത ഏതെങ്കിലും യാണ് വെച്ച് കെട്ടിക്കൊടുത്താലും മതി, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നും കൂടി ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 2 എണ്ണം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ 4 ചെയിനിൽ 1 1 1 1 ചെയ്യാം. അപ്പോൾ ഇവിടെ 2 എണ്ണം ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ 1 ചെയ്യുക. അപ്പോൾ 1 ആയി. അടുത്ത ചെയിനിൽ 1 ചെയ്യുക. അപ്പോൾ 2 ആയി. അടുത്ത ചെയിനിൽ 1 ചെയ്യാം. അപ്പോൾ 3 ആയി. അടുത്ത ചെയിനിൽ 1 ചെയ്യുക. അപ്പോൾ 4 ആയി. അപ്പോൾ നമ്മളിങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരികയാണ്. അപ്പോൾ 4 ആയി. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ചെയിനിൽ 5ാമത്തെ ചെയിനിൽ നമ്മൾ 1 തന്നെ 2 എണ്ണം ചെയ്യുക. ഇതിൽ സെയിം തന്നെ ഒന്നുകൂടി ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത 4 ചെയിനിലും 1 1 1 1 ചെയ്ത് കൊടുക്കാം. 4 ചെയിനിലും ഒന്നിൽ ചെയ്തു. അടുത്ത ചെയിനിൽ ചെയ്ത് കൊടുക്കുക. 2 ആയി. അടുത്ത ചെയിനിൽ ചെയ്യുക. അപ്പോൾ 3 ആയി. അടുത്ത ചെയിനിൽ ചെയ്യുക. അപ്പോൾ 4 1 1 1 1 ചെയ്തു. 4 ചെയിനിലും 1 1 1 ചെയ്തു. 5ാമത്തെ ചെയിനിൽ നമ്മൾ ഇൻക്രീസിങ് ചെയ്യാണ്. 5ാമത്തെ ചെയിനിൽ നമുക്ക് 2 എണ്ണം വെച്ച് ചെയ്ത് കൊടുക്കാം. 1 2. അപ്പോൾ നിങ്ങൾക്ക് ബാഗിൽ എത്ര വലുപ്പം വേണമെന്ന് വിചാരിച്ചാൽ അത്രയും വലുപ്പത്തിൽ ഈ സ്റ്റിച്ചസ് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇനി അടുത്ത 4 സ്റ്റിച്ചിലും 1 1 1 1 1 അങ്ങനെ 4 എണ്ണത്തിലും 1 1 ചെയ്യാം. 2 എണ്ണം ചെയ്തു. 3ാമത്തത് ചെയ്തു. 4 എണ്ണം ചെയ്തു. ഇനി അടുത്ത 2 എണ്ണത്തിൽ നമുക്ക് ഒന്ന് തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത 4 എണ്ണത്തിൽ 1 1 1 1 ചെയ്യാം. 1 1 2 3 1 4 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. 5ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ 1 തന്നെ 2 എണ്ണം ചെയ്തു. അടുത്ത 4 സ്റ്റിച്ചിൽ 1 1 1 1 ചെയ്ത് കൊടുക്കുക. 1 1 1 1. അപ്പോൾ നമുക്ക് 4 എണ്ണത്തിൽ 1 1 1 ചെയ്തു. 5ാമത്തേൽ നമ്മൾ 1 തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കാം. 1 1 1 തന്നെ നമ്മൾ 2 സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ബാലൻസ് വരുന്നത് 1 2 3 4 4 സ്റ്റിച്ചാണ്. ആ 4 സ്റ്റിച്ചിലും നമ്മൾ 1 1 1 1 ചെയ്ത് കൊടുക്കുക. 1 1 1 1 4 സ്റ്റിച്ചിലും 1 1 1 ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ ഇൻക്രീസിങ് സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ഇനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട്
ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇൻക്രീസിങ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ട് മുഴുവനും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യാം. കൗണ്ട് ചെയ്യൊന്നും വേണ്ട, അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റിച്ച് മാർക്ക് എത്തുന്ന വരെ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലും വലിയ ബാഗാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇൻക്രീസിങ് സ്റ്റിച്ച് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതി കേട്ടോ. ഇൻക്രീസിങ് ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്ത് എത്ര വിഡ്ത്ത് വേണം എത്ര ലെങ്ത്ത് വേണം എന്നുള്ളതിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഞാനിവിടെ വെച്ചിട്ട് ഇൻക്രീസിങ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഭാഗമാണ് കേട്ടോ നമ്മളെ ഫ്രണ്ട് നല്ല ഭാഗം. ഇത് ബാക്ക് സൈഡാണ്. ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ റൗണ്ട് ഈ റൗണ്ട് ചെയ്തത് ലാസ്റ്റ് റൗണ്ട് ചെയ്തത് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തു. ഇനി നമ്മൾ അടുത്ത റൗണ്ടും അങ്ങനെ തന്നെ ചെയ്യുന്നത് ഓരോ സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് ഒരു റൗണ്ടും കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് ഒരു സ്റ്റിച്ച് ചെയ്തു. വീണ്ടും ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. വീണ്ടും നമ്മൾ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് വരാം. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കണ്ടോ. ഇതുപോലെ നമുക്ക് കിട്ടും. അതിന് 2 എണ്ണം ചെയ്യുക. ഈ ഒരു സെയിം പാറ്റേൺ തന്നെ 2 എണ്ണം ചെയ്തിട്ട് വരാം കേട്ടോ.